ഹലോ വ്യൂവേഴ്സ്, ഇന്ന് താറാവിൻ്റെ കറി ഒരു പുതിയ പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം. അതിനായിട്ട് എടുത്തിട്ടുള്ളത് നാടൻ താറാവ്. ഏതാണ്ട് 1 കിലോ 100 ഉണ്ട്. 1 കിലോ 100 ഗ്രാം ഉള്ള മാംസമാണ് താറാവിൻ്റെ മാംസം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ചേർക്കുന്നത് ഇതുപോലത്തെ ഉണ്ടമുളക് ഒരു 3 എണ്ണം വട്ടത്തിൽ മുറിച്ചെടുത്തത്, ഇഞ്ചി ഒരു വലിയ കഷ്ണം ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്, ഒരു 10 ഉള്ളി, അല്ലാണ്ട് കനം കുറച്ചിട്ടൊന്നുമില്ല, ഒന്ന് 3 ആക്കി മുറിച്ചിട്ടിരിക്കുന്നു. ഇത് ഈ താറാവിറച്ചിയിലേക്ക് ചേർക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത്, അപ്പോൾ ഇതിലുള്ളത് ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പില, പിന്നെ പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതുണ്ട്, അതുപോലെ ഉള്ളി, ഇഞ്ചി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിന് പ്രഷർ കൊടുക്കാം. വന്നു എന്നാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. താറാവ് കറിയുടെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് തക്കോലം, അത് ചെറിയ 3 കഷ്ണം, ഗ്രാമ്പൂ, കരയാമ്പൂ അത് 4 എണ്ണം, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ കുരുമുളക് 2 ടേബിൾ സ്പൂൺ. ഇതോടൊപ്പം തന്നെ കസ്കസ, പോപ്പി സീഡ് എന്ന് പറയും, അത് കൂടുതലെടുക്കണം, ഏതാണ്ട് 4 ടേബിൾ സ്പൂൺ കസ്കസ്. ഇത്രയും മസാലകൾ നമ്മൾ അരച്ചെടുക്കുക. അതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഒരു വഴറ്റിലാണ്. ആ വഴറ്റിയതിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ചതായിട്ടുള്ള താറാവിറച്ചി ചേർത്ത് നമുക്ക് മറ്റ് മസാലകളെല്ലാം മിക്സ് ചെയ്യണം. അതിനായിട്ട് വെളിച്ചെണ്ണയിലാണ് വഴറ്റുന്നത്. ഒരു വലിയ സബോള നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് 2 എണ്ണം, അത് പകുതി വേവാക്കി ഉപ്പിട്ട് വേവിച്ച് പകുതിയാണ് വെന്തിട്ടുള്ളത്. അത് ആ രൂപത്തിലാക്കിയപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതായിട്ടുള്ള കുറച്ച് മുമ്പ് പറഞ്ഞതായിട്ടുള്ള മസാലകളാണിത്. ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാളികേരപ്പാൽ, ഒരുവിധം കട്ടിയുള്ള നാളികേരപ്പാൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ താറാവിറച്ചിയിലേക്ക് നമുക്ക് ചേർക്കണം. എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അടുത്തതായിട്ട് പറയാം. ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചതായിട്ടുള്ള സബോള, ഇട്ട് ഒന്ന് നന്നായി വാട്ടിയെടുക്കാം. സബോളയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഉപ്പുപൊടി കുറച്ചിട്ട് കൊടുക്കാം. 2 നുള്ള് ഉപ്പുപൊടി മതിയാവും.
ഇത് നന്നായി വാടിയെന്നാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചതായിട്ടുള്ള മസാല, അതായത് കുരുമുളക് മുഴുവനോടുള്ളത്, തക്കോലം, കരയാമ്പൂ, ഇത്ര ചേർത്തിട്ടുള്ളതായിട്ടുള്ള പട്ടയുടെ ഒരു കഷ്ണം, ഇത്ര നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കശകശ 4 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് അരച്ച് വെച്ചത് നമുക്കിതിലേക്ക് ചേർക്കണം. സബോള വാടി വന്നിട്ടുണ്ട്. ഇത്ര വാടി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. അരച്ച് വെച്ചതായിട്ടുള്ള മസാല അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാലയും അതുപോലെ തന്നെ സബോളയും ചേർന്ന് മൂത്ത മണം വന്നു തുടങ്ങുന്നുണ്ട്. ഈ പരുവാകുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളതായിട്ടുള്ള താറാവിൻ്റെ ഇറച്ചി ഇതിലേക്ക് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പകുതി വേവിച്ചിട്ടുള്ളതായിട്ടുള്ള ഊറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ്, അതും കൂടി ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള വേവ് ഇതിൽ നടക്കും. എല്ലാം ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. അപ്പോൾ മസാലകളൊക്കെ നന്നായി താറാവിൻ്റെ ഇറച്ചിയിലേക്കും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തായിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞ പരുവായിട്ടുണ്ട്. ഈ പരുവത്തിൽ അതിലേക്ക് എടുത്തു വെച്ചതായിട്ടുള്ള അരമുറി നാളികേരം ചെരുവിയത്, അതിൻ്റെ പാലാണിത്. ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി ചെറിയൊരു തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.